ഞാൻ പഠിച്ച അടവുകളിൽ ഒരടവ് കൂടിയാണ് എടുക്കാനുള്ളത്. അത് മറ്റധ്യാപകർ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പഠിച്ചതുകൊണ്ട് ഞാനത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വരുന്ന ചില കമൻറ്റുകൾ, വളരെ കുറച്ച് കമൻറ്റാണ് വരുന്നത്. അതിൽ 1-2 എനിക്കൊരു കളിയാക്കിയ ഫീലിംഗ് എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ഗുരു പരമ്പരയിൽ പഠിക്കുന്ന ചില അടവുകൾ മറ്റൊരു ഗുരു പരമ്പരയിൽ കണ്ടെന്ന് വരില്ല. ചിലത് പുതിയവ ഉണ്ടായെന്നും വരും. ഞാൻ പഠിച്ചതല്ലാത്തത് കാണുമ്പോൾ അത് ഭരതനാട്യത്തിൽ ഇല്ലാത്തതാണ് എന്ന് ചിന്തിക്കരുത്. എന്തൊക്കെയായാലും ഒട്ടുമിക്ക ഗുരുക്കന്മാരും ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഭരതനാട്യത്തിൻ്റെ പൊതുവായ ശൈലി എല്ലാവരും നിലനിർത്തുന്നുണ്ട്. ഏത് ശൈലിയിൽ പ്രകടിപ്പിച്ചാലും ഭരതനാട്യം തന്നെയാണ്. വേറെ എന്തെങ്കിലും അതിൽ കലർത്തിയാൽ അത് തിരിച്ചറിയുകയും ചെയ്യും. ഇതൊന്നും ഞാൻ വലിയ അറിവുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞതല്ല, വായിച്ചറിഞ്ഞ അറിവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. നന്ദി.